ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്നേഹം നിറഞ്ഞ ഈദ് മുബാറക്. അപ്പോൾ കാക്കും പിള്ളേരൊക്കെ പള്ളിയിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ, നമ്മുടെ പെരുന്നാൾ നമസ്കാരത്തിനായിട്ട്. ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് അന്നും അടുക്കള പണിയാണല്ലോ, അപ്പോൾ ഞങ്ങൾ മൈലാഞ്ചി ഇട്ടത് എങ്ങനെയാണ് നിങ്ങളൊക്കെ നോക്കി വരയ്ക്കെങ്കിലും മൈലാഞ്ചി ഇടാൻ എനിക്ക് ഒരു ധാരണയില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്, അപ്പം നമ്മുടെ കുട്ടീസും റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് എൻ്റെ മക്കളുടെ പെരുന്നാൾ ഡ്രസ്സ്? സൂപ്പർ ആയിട്ടുണ്ടോ? അങ്ങനെ ഞങ്ങൾ ചോറ് കഴിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇന്ന് ചെറിയ പെരുന്നാൾ മാത്രമല്ലല്ലോ, വെള്ളിയാഴ്ചയും കൂടെ അല്ലേ, ജുമാക്ക് പോകണ്ടേ. അപ്പോൾ കാക്കുവിനൊക്കെ പള്ളിക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചാലും പൊന്നും കൂടെ ചേലക്കര വരെ ഒന്ന് പെട്രോൾ അടിക്കാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്ന് ഡ്രസ്സൊക്കെ മാറി എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പെരുന്നാളല്ലേ, കാക്കുള്ളതല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ കുന്നംകുളം പോയി അനിയത്തിനെ എടുത്തിട്ടാണ് വീട്ടിലേക്ക് പോയത് കേട്ടോ. അവൻ്റെ ഇരിപ്പും നോട്ടം കണ്ടില്ലേ, എൻ്റെ മടിയിൽ ഛർദ്ദിച്ചിട്ടുള്ള ഇരിപ്പാണ് അവൻ. ഞങ്ങൾ വരുന്നത് നോക്കിയതാ രണ്ടുപേരും നിൽക്കണു, എൻ്റെ കുട്ടാപ്പും അച്ചുവും. അവരെ പറ്റിച്ചേ ഞങ്ങൾ വീടിൻ്റെ ഉമ്മറത്തെത്തിയപ്പോൾ ആമിനുമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ വാപ്പ വന്നു, പിന്നെ എല്ലാവരും വന്നു, പിന്നെ കസിൻസ് 3 പേര് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു ഉത്സവമാണ് കണ്ടില്ലേ, എൻ്റെ മേലൊക്കെ ഛർദ്ദിച്ച് കൊളാക്കി ഗൈസ് ദാ ഇവൻ. പിന്നെ എൻ്റെ കുട്ടാപ്പൂനെ കണ്ടില്ലേ. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.